ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഡാമേജസ് ഒന്നും വരാതെ എങ്ങനെ നമുക്കൊരു ബൊക്കെ പെർഫെക്റ്റ് ആയിട്ട് കൊറിയർ അയക്കാൻ വേണ്ടി പാക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ബോക്സിൻ്റെ ബാക്ക് സൈഡ് ഞാൻ നല്ലോണം ഒന്ന് സീൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ അടുത്തുള്ള ടേപ്പിന് വീതി കുറച്ച് കുറവായതുകൊണ്ട് തന്നെ കുറച്ചധികം ടേപ്പ് ഞാൻ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ടേപ്പിൻ്റെ വീതി കുറച്ച് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ 2-3 പ്രാവശ്യം ചെയ്താൽ മതിയാവും. പിന്നെ ബോക്സിൻ്റെ മുകളിൽ നമ്മൾ എക്സ്ട്രാ പാക്കിംഗ് ഒന്നും ചെയ്യാത്തതുകൊണ്ട് തന്നെ കുറച്ചധികം സെക്യൂരിറ്റിയും ഇങ്ങനെ നമ്മൾ ചെയ്യുന്നതുകൊണ്ട് കിട്ടുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ബൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനിയാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നിങ്ങളുടെ ബൊക്കയുടെ 2 സൈഡിലും ഇതേപോലെ ചെറിയ ഹോൾ ഇട്ട് കൊടുക്കുക. ഇതെന്തിനാ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൽ കൂടി നമുക്കൊരു കേബിൾ ടൈ ഇൻസേർട്ട് ചെയ്യാനുണ്ട്. ഞാൻ ഈ ഹോളൊന്ന് നല്ലോണം ഡ്രിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് 2 സൈഡിലും. നമ്മുടെ ഈ ഒരു ബൊക്കെ പാക്കിംഗ് പ്രോസസ്സിലെ ഗെയിം ചേഞ്ചറാണ് ഈ ഒരു സ്റ്റെപ്പ്. അതുകൊണ്ട് എന്തായാലും ഈ ഒരു സ്റ്റെപ്പ് മിസ്സാക്കാതെ നിങ്ങൾ ചെയ്യണം. ഇതാണ് കേബിൾ ടൈ. ഇത് നമ്മുടെ ലോക്കൽ ഷോപ്സിലൊക്കെ അവൈലബിൾ ആണ്. ഇനി നിങ്ങൾക്ക് കിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓൺലൈൻ വാങ്ങാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നമ്മൾ നേരത്തെ ഡ്രിൽ ചെയ്ത് വെച്ച ആ ഒരു ഹോളില്ലേ, അതിൻ്റെ ഉള്ളിൽ കൂടി നമുക്കിത് ഇൻസേർട്ട് ചെയ്തിട്ട് പുറത്തുകൂടി നമുക്കിത് ടൈറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിത് പറയുമ്പോൾ എത്രത്തോളം മനസ്സിലാകും എന്ന് എനിക്കറിയത്തില്ല. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഈ കേബിൾ ടൈ കൊണ്ട് സെക്യൂർ ചെയ്യുമ്പോൾ നമ്മുടെ ബൊക്കയിൽ ഡാമേജ് ഒന്നും വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തണം. കാരണം ഈ ഒരു സെയിം പൊസിഷനിൽ ഇരുന്ന് ഇത് ട്രാവൽ ചെയ്യാനുള്ളതാണ്. നമ്മൾ പാക്ക് ചെയ്യുമ്പോൾ ബൊക്കയ്ക്ക് ഒട്ടും ഡാമേജ് ആവാത്ത രീതിയിൽ വേണം നമ്മളിത് സെക്യൂർ ചെയ്യാൻ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുത്താൽ മതി. കേബിൾ ടൈയുടെ പ്രത്യേകത എന്താണെന്ന് എല്ലാവർക്കും അറിയാൻ പറ്റുമല്ലോ. ഇനി അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയുവാണ്, ഇങ്ങനെ സെക്യൂർ ചെയ്ത് കൊടുത്താൽ അത് പിന്നെ അനങ്ങത്തില്ല, അങ്ങനെ തന്നെ ഇരുന്നോളും. എസ്പെഷ്യലി ബൊക്കെയൊക്കെ ട്രാൻസിറ്റിൽ ഇങ്ങനെ മൂവ് ആകുമ്പോഴത്തേക്കും ഡാമേജ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ സെക്യൂർ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ ഡാമേജ് ആവാതെ നമുക്കിത് ഡെലിവർ ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഒരു പ്രോസസ്സ് കഴിയുന്നതോടെ മെയിനായിട്ടുള്ള പാക്കിങ് കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിലേക്ക് ബബിൾ ഡ്രാപ്പോ അല്ലെങ്കിൽ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തെർമോക്കോളോ ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. DTDC ത്രൂ അയക്കുന്നതുകൊണ്ടിട്ടാണ് ഈ ഒരു പാക്കിങ്ങിൽ ഞാൻ നിർത്തിയത്. നിങ്ങൾ പോസ്റ്റ് ഓഫീസാ ചൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് പാക്ക് ചെയ്യുക. പിന്നെ ബൊക്കെയൊക്കെ ആകുമ്പോഴത്തേക്കും DTDC കൂടി അയക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. എന്തായാലും ഇങ്ങനെ അയക്കുന്ന കൊണ്ടിട്ട് ഡാമേജ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ നമ്മുടെ ബൊക്കെ പാക്കിംഗ് വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതേപോലത്തെ യൂസ്ഫുൾ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ മതി. താങ്ക് യു ഫോർ വാച്ചിങ്.